എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ദാ മിസ്സിനെ വന്നു. നിങ്ങൾക്ക് എന്താ ഫിസിക്സ് ക്ലാസ് 10th തേർഡ് ചാപ്റ്റർ ആയ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിപ്പിക്കാനാണ് കേട്ടോ മിസ് വന്നത്. പഠിപ്പിക്കാൻ എന്നുള്ള ടേം ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് മനസ്സിലാക്കുക വേണ്ട. ജസ്റ്റ് ടീച്ചർ പറയുന്നു, കുട്ടി കേൾക്കുന്നു, അതിലെന്ത് കാര്യം? നമുക്കതൊക്കെ മനസ്സിലാക്കാന്നുള്ളതാണല്ലേ. ഇപ്പം നിങ്ങളൊരു ഗെയിം കളിക്കാം, ഗെയിം നിങ്ങൾ പഠിപ്പിക്കുകയാണോ ചെയ്യുക? ഇല്ല, നമുക്ക് ഇന്ന രീതിയിൽ ഇന്ന മൂവ്മെൻ്റ് ആണ്, ഇതൊക്കെ ഇന്ന ആരോ കീ ആണ്, അല്ലെങ്കിൽ ഇത് ഇതുപോലെയാണ്, ഇതിനനുസരിച്ച് ചെയ്താൽ സാധനം കിട്ടും. അതാണ്. അതേപോലെ തന്നെയുള്ളൂ പഠിത്തത്തിൻ്റെ കേസിലും. എന്താണ്, നമ്മൾ എന്ത് ചെയ്യും? ഇന്ന രീതിയിലാണ്, ഇന്ന കാര്യങ്ങളാണ്, അത്രേ ഉള്ളൂ. അതങ്ങോട്ട് മനസ്സിലാക്കുക. പിന്നെ എക്സാമിന് ഈസിയാണ്. കാണാപ്പാടം പഠിച്ച് മനസ്സിൽ വെച്ച് തലയിൽ വെച്ച് എൻ്റെ അമ്മേ എന്തൊക്കെ ചടങ്ങാ, അതൊരു ടാസ്കാ അല്ലേ? അതെ, മിസ്സിനും അറിയാതെ ടാസ്കാന്ന്. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ വന്നത്. അതാകുമ്പോൾ നിങ്ങൾക്കും ഈസിയാണ്, എനിക്കും ഈസിയാണ് അല്ലേ? ഓക്കെ, അപ്പം മിസ്സിൻ്റെ ഇത് തേർഡ് സെക്ഷൻ ആണ്. നമ്മൾ ഓൾറെഡി 2 സെക്ഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കളറിനെ കുറിച്ചല്ലേ പഠിക്കുന്നത്. അതെ, നമ്മൾ കളർ, നമ്മുടെ ചുറ്റുമുള്ള എന്തോരം കളേഴ്സല്ലേ നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ്, എപ്പോഴാണ്? എന്താ സുഖം, നമ്മുടെ കണ്ണിന് അതിനൊരു കുളിർമയല്ലേ നമ്മൾ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ. അതെ, നമ്മളെപ്പോഴും കളർഫുള്ളായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഓറിയൻറ്റഡ് ആയിട്ട് ഫിസിക്സിൽ എങ്ങനെയാണ് കളർ ബാധിക്കുക, അത് നമുക്ക് പഠിക്കാം. അപ്പം കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായത്? നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്തല്ലേ. ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രൈമറി കളേഴ്സ് ഏതൊക്കെയായിരുന്നു? നമ്മുടെ റെഡ്, ബ്ലൂ, ഗ്രീൻ. എന്താണ് പ്രൈമറി കളേഴ്സ്? പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? പ്രൈമറി കളേഴ്സ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ഇതാണ് നമ്മുടെ 3 പ്രൈമറി കളേഴ്സ് എന്ന് പറയാം. ആൻഡ് ഓൾസോ സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയായിരുന്നു? സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാ? സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ യെല്ലോ, മജന്ത, ആൻഡ് സിയാൻ. ഏതാണ്? സിയാൻ. ഇതാണല്ലേ നമ്മുടെ 3 സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ് ആൻഡ് യെല്ലോ, മജന്ത ആൻഡ് സിയാൻ ആണ് നമ്മുടെ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയാം. അപ്പം ദേ മിസ് നോക്കിയേ, ഇത് നിങ്ങൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. എങ്കിലും മിസ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് മജന്ത നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരക്കാം. ഇവിടെ ഗ്രീൻ, റെഡ്, യെല്ലോ, യെല്ലോ അല്ല, എന്താണ്? ബ്ലൂ. എന്താണ്? ബ്ലൂ. റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ യെല്ലോ കിട്ടും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് കിട്ടും, മജന്ത കിട്ടും. ആൻഡ് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിയാൻ കിട്ടും അല്ലേ? അപ്പം ഇത് 3ഉം നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് നമ്മൾ എങ്ങനെ പഠിച്ചത്? നമ്മുടെ റെഡും ഗ്രീനും കൂടി ചെയ്യുന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യെല്ലോ കിട്ടി അല്ലേ? അതേപോലെ തന്നെ ബ്ലൂവും റെഡും കൂടി ചേർന്നപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്തു? മജന്ത കിട്ടി. ആൻഡ് ഓൾസോ ഗ്രീനും ബ്ലൂവും കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിയാൻ കിട്ടി അല്ലേ? അതെ, ഇത് 3ഉം കൂടി കമ്പൈൻ ചെയ്തപ്പോഴേക്കും നമുക്ക് ഓരോ കളേഴ്സ് വെച്ച്, ആൻഡ് ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈറ്റ് കിട്ടി അല്ലേ? എന്താണ്? വൈറ്റ് കിട്ടി. ഓക്കെ, അപ്പം നമ്മളിതൊരു ഈസിയാണ്. നമുക്ക് വേറെ രീതിയിലൊക്കെ പഠിക്കാം കേട്ടോ. ഗ്രീൻ, റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നോക്കാം. അപ്പം മിസ് ഇന്നത്തെ സെക്ഷനായിട്ട് വന്നേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ കളർ ഓഫ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റും കളർ ഓഫ് ഒപ്പേക്ക് ഒബ്ജക്റ്റും അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാവേ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഫസ്റ്റ് ഇമേജ് ഏതാണെന്ന് അറിയോ? ഒരു 2 കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുക. അവർ രണ്ടുപേരും 2 കണ്ണാട വെച്ചിട്ടുണ്ട്. 2 കുട്ടികൾ ഓരോ കണ്ണാട വെച്ചിട്ട്, ഒരാൾ റെഡ് കളർ കണ്ണാടയും ഒരാൾ എന്ത് ചെയ്തു? ബ്ലൂ കളർ കണ്ണാടയുമാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? അവർ ചോദിക്കാം, നീ കാണുന്നില്ലേ, ഞാനൊരു ബ്ലൂ പൂവിനെ കണ്ടു എന്ന് ആര് പറയുന്നു? ആൺകുട്ടി പറയുന്നു. അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഞാൻ റെഡ് കളർ പൂവാണോ കാണുന്നത്? അതെന്തായിരിക്കും? ഒരാൾ കണ്ട ഒരു വൈറ്റ് പൂവിൽ നോക്കിയിട്ട് അവർ പറയാ,
റെഡ് കണ്ണാടി വെച്ച കുട്ടി പറയാ ഇത് റെഡ് കളർ പൂവാന്ന്. ബ്ലൂ കണ്ണാടി വെച്ച കുട്ടി പറയാ ഇത് ബ്ലൂ കളർ പൂവാന്ന്. ശരിക്കും അത് എന്ത് കളർ പൂവാ? വൈറ്റ് കളർ പൂവാ അല്ലെ? അപ്പൊ അത് എന്തായിരിക്കും? അവിടുത്തെ കളിയുടെ വിളയാട്ടം എന്തോ ഉണ്ടല്ലേ? അതെ. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് പറയുന്നത്. അവിടെ എന്താ, ഒരു ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ണാടിയൊക്കെ ആയിട്ട്. അപ്പൊ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിൽ കൂടി കാണുമ്പോഴേക്കും അവിടെ എന്താ രണ്ട് കളേഴ്സ് വന്നത്. ഒരാൾ റെഡ് കാണുന്നു, ഒരാൾ ബ്ലൂ കാണുന്നു അല്ലേ? അതെന്താന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പൊ അതെ, ഹൗ ഡിഡ് ദ ചിൽഡ്രൻ വ്യൂ ദ കളർ ഫ്ലവേഴ്സ്? എന്താ, ഒരു കുട്ടി കണ്ടത് ഏത് കളറാ? റെഡ് കളർ പൂവാ അല്ലെ? മറ്റേ കുട്ടി കണ്ടത് ഏതാ? ബ്ലൂ കളർ പൂവാ അല്ലെ? രണ്ടുപേരും രണ്ട് കളർ പൂസാ കണ്ടത്. അതെന്താ അല്ലെ? ഡിഫറെന്റ് അല്ലെ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഫിൽറ്റർ ഇൻ ദ സ്പെക്ടക്കിൾസ് ദേ വോർ? അതായത് ഒരു കുട്ടിയെ വെച്ച കണ്ണാടി എന്തായിരുന്നു? അതൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കണ്ണാടി ആയിരുന്നു. അതാണ് ബ്ലൂ കളർ കണ്ണാടി ആയിരുന്നു ഒരു കുട്ടി വെച്ചിട്ടുണ്ടായത്. മറ്റേ കുട്ടി വെച്ചിട്ടുണ്ടായത് എന്താ? ഒരാൾ ഏതായിരുന്നു? ബ്ലൂവും വേറൊരാൾ ഏതായിരുന്നു? റെഡും അല്ലേ? അപ്പൊ ആ റെഡ് കണ്ണാടി വെച്ച കുട്ടി എന്ത് കണ്ടു? റെഡ് കളർ പൂവിനെ കണ്ടു. ബ്ലൂ കണ്ണാടി വെച്ച കുട്ടി എന്ത് കണ്ടു? ബ്ലൂ കളർ ഫ്ലവറിനെ കണ്ടു. എന്താ അല്ലെ? കളറിന്റെ ഒരു വിളയാട്ടം തന്നെ നമ്മളത് നോക്കാൻ പോകുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കും? എങ്ങനെയാണ്? അതെ, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റിൽ കൂടി കളർ കാണുമ്പോൾ നമുക്ക് വേറൊരു കളറല്ലേ കാണുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താ, എല്ലാവരും ഇൻട്രസ്റ്റഡ് അല്ലേ ഇത് പഠിക്കാൻ? കാരണം നമ്മൾ കളറിനെ കുറിച്ചാണോ പഠിക്കുന്നത്. അപ്പൊ കളർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് ഇഷ്ടം, പടം വരയ്ക്കാൻ ഇഷ്ടമാണ്, കളർഫുൾ ഇമേജസ് കാണാൻ ഇഷ്ടമാണ്, നമ്മൾ നല്ല അടിപൊളി കളർ മൂവീസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഫിസിക്സും കളറാക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കാം. അതിന് മിസ് ഒരു എക്സ്പെരിമെന്റ് വെച്ചാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വിബ്ജിയോർ വൈറ്റ് ലൈറ്റിൽ എന്താണ്? വൈറ്റ് ലൈറ്റ് എന്തൊക്കെ വെച്ചാൽ നമ്മുടെ 7 നിറങ്ങളും ചേർന്നാലേ വെള്ള കളർ എന്നുള്ള ലൈറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു വെള്ള കളർ എടുത്തു, അല്ലെങ്കിൽ ഒന്നും വേണ്ട, വിബ്ജിയോർ തന്നെ ഞാൻ അടിച്ചു എന്ന് വിചാരിക്കും. നമ്മുടെ 7 നിറങ്ങൾ ഒരുമിച്ച് ഞാൻ എന്ത് ചെയ്തു? ഒരു റെഡ് ഫിൽറ്ററിലേക്ക് അടിച്ചു. എന്താണ്? റെഡ് ഫിൽറ്ററിലേക്ക് അടിച്ചു. നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത് ഏത് കളറാണ്? റെഡ് കളറാണ്. മനസ്സിലായോ? എന്താണ്, ഞാനൊരു വിബ്ജിയോർ ലൈറ്റ്സ് ഒരു റെഡ് കളർ ഫിൽറ്ററിലേക്ക് അടിച്ചു. അപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുക? റെഡ് കളർ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയത്. കണ്ടോ? അബ്സോർബ് ഓൾ അതർ കളർ ദാൻ റെഡ്. അതായത് ആ ഫിൽറ്ററിൽ ആ ഫിൽറ്റർ എന്ത് കളറായിരുന്നു? റെഡ് കളറായിരുന്നു. അപ്പോൾ റെഡ് കളർ മാത്രം കടത്തി വിട്ടിട്ട് ബാക്കി എല്ലാ ലൈറ്റ്സും എന്ത് ചെയ്തു? അത് അബ്സോർബ് ചെയ്തു, അതായത് അത് ആഗിരണം ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു എക്സ്പെരിമെന്റ്, വേറെ ഇതല്ല, സെയിം തന്നെ, നമ്മൾ എന്ത് ചെയ്തു? ബ്ലൂ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തു. ബ്ലൂ ഫിൽറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പൊ അതേ നമ്മൾ 7 നിറങ്ങളും ഇങ്ങോട്ട് അടിച്ചു. എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവുക? അഫ്കോഴ്സ് എന്താണ്, നമുക്ക് ബ്ലൂ പേന വെച്ച് തന്നെ എഴുതാം, കളർഫുൾ ആയിക്കോട്ടെ. എന്താണ്, സോറി, ബ്ലൂ പേന എന്ന് പറഞ്ഞപ്പോൾ തന്നെ പേന തന്നെ ചതിച്ചു മിസ്സിന്. ഓക്കെ, എന്താണ്, ബ്ലൂ കളറ് കിട്ടി. ആൻഡ് ദ റിമൈനിങ് കളേഴ്സ് വർ അബ്സോർബ്ഡ് ബൈ ദ ഫിൽറ്റർ. അതായത് ബാക്കി എല്ലാ കളേഴ്സും അതെന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. എന്ത് മാത്രം എമിറ്റ് ചെയ്തോളൂ? ബ്ലൂ കളർ മാത്രമേ എമിറ്റ് ചെയ്തോളൂ. സെയിം തന്നെ നോക്കിയേ, ഗ്രീൻ ഫിൽറ്റർ പേപ്പർ എടുത്തു, നമ്മൾ കടത്തി വിട്ടത് എല്ലാ കളേഴ്സും കടത്തി വിട്ടു. നമുക്ക് ഏത് കളർ മാത്രമേ കിട്ടിയുള്ളൂ? ഏത് കളറായിരിക്കും? ഏത് കളറാണ്? എന്താ, ഗ്രീൻ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. എന്താണ്, ഗ്രീൻ കളർ മാത്രമേ കിട്ടിയുള്ളൂ. കണ്ടോ? അതായത് ഒരു ഫിൽറ്ററിൽ കൂടി എന്ത് മാത്രമേ കടത്തി വിട്ടോളൂ? ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. അതിൻ്റെ കറസ്പോണ്ടിങ് ആ കളർ, അത് ഏത് ഫിൽറ്ററാണോ ആ കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. ബാക്കി എല്ലാ ലൈറ്റ്സും എന്ത് ചെയ്തു? അബ്സോർബ് ചെയ്തു. മനസ്സിലായോ? ആ ലൈറ്റ് മാത്രമേ എമിറ്റ് ചെയ്തോളൂ, അതായത് ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. ബാക്കി എല്ലാ ലൈറ്റ്സും എന്ത് ചെയ്തു? അത് അബ്സോർബ് ചെയ്തു കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഇതേ നോക്കിയാൽ നമുക്ക് എന്താ പറഞ്ഞാൽ നമുക്ക് എഴുതി നോക്കാം. അപ്പൊ ലൈറ്റ് ഫോൾസ് ഓൺ ദ ഫിൽറ്റർ. വൈറ്റ് ലൈറ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ. വിബ്ജിയോർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ അർത്ഥം? എന്താ, 7 നിറങ്ങളും കൂടി ചേരുന്നത് എന്ത് സാധനമാണ്? നമ്മുടെ വൈറ്റ് ലൈറ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? വൈറ്റ് ലൈറ്റ് അടിച്ചു. യൂസ് ചെയ്ത ഫിൽറ്റർ പേപ്പർ ഏതാ? റെഡ്, ഗ്രീൻ, ബ്ലൂ ആയിരുന്നു. അപ്പോൾ കളർ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ ദ ഫിൽറ്റർ ഏതാ? റെഡ് കളർ മാത്രമേ എന്തിൽ കടത്തി വിട്ടോളൂ? റെഡ് ഫിൽറ്റർ കടത്തി വിട്ടോളൂ. ഗ്രീൻ ഫിൽറ്റർ ഏത് മാത്രമേ കടത്തി വിട്ടോളൂ? ട്രാൻസ്മിറ്റ്. നമുക്ക്
ട്രാൻസ്മിറ്റ് ഏത് കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്തോളൂ? ഏത് കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്തോളൂ? ട്രാൻസ്മിറ്റ് green color in the white light. Green color in the white light. കണ്ടോ, ഏത് കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്തോളൂ? ഗ്രീൻ കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്തോളൂ. അതേപോലെ തന്നെ ബ്ലൂ കളറും നോക്കിയേ, ബ്ലൂ ഫിൽറ്ററിൽ കൊടുത്തു വെച്ചപ്പോഴേക്കും ഏത് കളർ മാത്രമേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്തോളൂ? ബ്ലൂ കളർ മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. എന്താണ്? ബ്ലൂ കളർ. ട്രാൻസ്മിറ്റ് ബ്ലൂ കളർ. മനസ്സിലായോ? ഓക്കെ. Now let us pass each of the primary colors and white light through a yellow filter. അതായത് ഒരു യെല്ലോ ഫിൽറ്ററിലേക്ക് നമ്മൾ കടത്തിവിടാം. എന്താണ്? യെല്ലോ ഫിൽറ്ററിലേക്ക് കടത്തിവിടാം. എന്താണ്? യെല്ലോ ഫിൽറ്ററിലേക്ക് ഞാൻ എന്ത് ചെയ്തു? യെല്ലോ ഫിൽറ്ററിലേക്ക് നമ്മൾ കടത്തിവിടാം കേട്ടോ. ഒരു പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും കടത്തിവിടാം. അതായത് യെല്ലോ ഫിൽറ്റർ പേപ്പർ ഞാൻ ഇവിടെ വെച്ചു. ഞാൻ എന്ത് ചെയ്തു? റെഡ് ലൈറ്റ് കടത്തിവിട്ടു. റെഡ് ലൈറ്റ് കടത്തിവിട്ടു. റെഡ് ലൈറ്റ് കടത്തിവിടുമ്പോൾ ഏത് കളറായിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ടാവുക? ഏതാണ്? നമുക്കറിയാം യെല്ലോ എന്തൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത്? ഗ്രീനും റെഡും വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ പഠിച്ചില്ലേ? സെക്കൻഡറി കളേഴ്സ് ആർ മെയ്ഡ് ബൈ കമ്പൈനിങ് ഓഫ് പ്രൈമറി കളേഴ്സ് അല്ലേ? അപ്പൊ ആ പ്രൈമറി കളേഴ്സ് ഏതായിരുന്നു? ഗ്രീനും റെഡ് അല്ലേ? അപ്പൊ റെഡ് കളർ അടുത്ത് വിട്ടപ്പോൾ നമുക്ക് എന്ത് കളർ കിട്ടി? റെഡ് കിട്ടി. കാരണം എന്താ? യെല്ലോയിൽ ഏത് കളർ ഉണ്ട്? റെഡ് കളർ ഉണ്ട്. സോ നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? റെഡ് കിട്ടും. ആൻഡ് ഓൾസോ അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിട്ടോ. അപ്പൊ എന്താണ്? let us passes each of the primary color white light through the yellow filter. What do you observe? Identify the component of white light transmit through each filter and what happened to the other colors of the falls on the filter. അപ്പൊ മിസ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു? ഏത് കളർ മാത്രമേ കടത്തി വിട്ടത്? ഏത് കളർ മാത്രമേ കടത്തി വിട്ടത്? റെഡ് മാത്രമാണ് അല്ലേ കടത്തി വിട്ടത്. അത് കഴിഞ്ഞ് മിസ് ബ്ലൂ കളർ കടത്തി വിട്ടു. എന്താണ്? ബ്ലൂ കളർ കടത്തി വിട്ടു. എന്ത് സംഭവിക്കും? ഇത് എന്ത് കളറായിരിക്കും ഔട്ട്പുട്ട് കൊടുക്കണ്ടാവുക? ട്രാൻസ്മിറ്റ് ചെയ്യോ? ഇല്ല. കാരണം എന്താ? യെല്ലോയിലെ ഏത് കളർ മാത്രമേ ഉള്ളൂ? റെഡും ഗ്രീനും മാത്രമേ ഉള്ളൂ. ബ്ലൂ ഉണ്ടോ? ഇല്ലല്ലേ. അത് കോമ്പോണന്റ് അല്ലേ, കോംപ്ലിമെന്ററി കളറാ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഡാർക്ക് കളറായിരിക്കും ഫോം ചെയ്യണ്ടാവും. എന്താ? ഡാർക്ക് കളറായിരിക്കും ഫോം ചെയ്യാനുണ്ടാവും കേട്ടോ. ഇവിടെ ഒന്നും ഫോം ചെയ്യും, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ലൈറ്റ് ഉണ്ടോ? ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഗ്രീൻ കടത്തിവിട്ടല്ലേ? എന്താണ്? ഗ്രീൻ കടത്തിവിട്ടു. എന്താണ്? ഗ്രീൻ കളർ കടത്തിവിട്ടു. ഗ്രീൻ കളർ കടത്തിവിട്ടു. എന്താണ്? ഗ്രീൻ കളർ കടത്തിവിട്ടു. അപ്പൊ എന്ത് കളർ കടക്കും? ഗ്രീൻ തന്നെ കിട്ടും. കാരണം എന്താണ്? നമ്മുടെ യെല്ലോ ഫിൽറ്ററിൽ എന്ത് കളേഴ്സാണ് ഉണ്ടാവുക? ഗ്രീനും റെഡാലേ ഉണ്ടാവുക. അപ്പൊ യെല്ലോ ആയതുകൊണ്ട് യെല്ലോയിൽ എന്തുകൊണ്ട്? ഗ്രീനും റെഡും ഉള്ളത് കൊണ്ട് തന്നെ ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും? നമുക്ക് ഗ്രീൻ കിട്ടും അല്ലെ? എന്താണ്? ഗ്രീൻ കിട്ടും അല്ലെ? അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ നമ്മള് കോംപ്ലിമെന്ററി കളർ ആണെങ്കിൽ യൂസ് ചെയ്യുന്ന പോലും, നമ്മൾ സെക്കൻഡറി കളറാണ് യൂസ് ചെയ്യുമെങ്കിൽ പോലും നമുക്ക് സെക്കൻഡറി കളേഴ്സ് ഉണ്ടാക്കുന്ന പ്രൈമറി കളേഴ്സിന് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അല്ലാത്തതിന് എന്ത് ചെയ്യും? അല്ലാത്തതൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കറിയാം റെഡ് കടത്തിവിട്ടപ്പോൾ നമുക്ക് യെല്ലോ ഫിൽറ്റർ പേപ്പർ കൂടി കടത്തിവിട്ടപ്പോൾ റെഡ് കിട്ടി. ആൻഡ് ഓൾസോ ഗ്രീൻ കടത്തിവിട്ടപ്പോഴും യെല്ലോ ഫിൽറ്റർ കൂടി നമുക്ക് ഗ്രീൻ കിട്ടി. പക്ഷെ റെഡ് കടത്തിവിട്ടപ്പോൾ നമുക്ക് ഡാർക്ക് കളറാലേ കിട്ടി. കാരണം അതെന്താ? ട്രാൻസ്മിറ്റ് ചെയ്യാൻ ബ്ലൂ ഇല്ലല്ലോ. ബ്ലൂ ഉണ്ടായാലല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റൂ. ബ്ലൂ ഇല്ല, അപ്പൊ ഡാർക്ക് കളർ കിട്ടി. മനസ്സിലായില്ലേ? അപ്പൊ ഇതേ നോക്കിയേ, ഇനി ഞാൻ എന്ത് ചെയ്തു? മജന്ത ഫിൽറ്റർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എന്ത് സാധനമാണ്? മജന്ത ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തു. അപ്പൊ ഞാൻ എന്ത് കടത്തിവിട്ടു? റെഡ് ലൈറ്റ് കടത്തിവിട്ടു. ലൈറ്റ് ഫോൾസ് ഓൺ ദ ഫിൽറ്റർ റെഡ് ആണ് കേട്ടോ. അപ്പൊ അത് എന്ത് ട്രാൻസ്മിറ്റ് ചെയ്യും? റെഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓൾറെഡി പറഞ്ഞു. കാരണം എന്താണ്? നമ്മുടെ മജന്തയിൽ എന്തൊക്കെ കളേഴ്സാ ഫോം ചെയ്തേക്കണം? മജന്ത ഈസ് ഫോംഡ് ബൈ റെഡ് പ്ലസ് ബ്ലൂ അല്ലേ? മജന്ത ഈസ് ഫോംഡ് ബൈ റെഡ് പ്ലസ് ബ്ലൂ അല്ലേ? അപ്പൊ റെഡ് ഫിൽറ്ററിൽ കൂടി പോയപ്പോഴേക്കും എന്ത് കടത്തിവിട്ടു? റെഡ് കടത്തിവിട്ടു അല്ലേ? ഇനി ഗ്രീൻ ഫിൽറ്ററിൽ കൂടി പോവുക. അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യോ? ഡസ് നോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യോ? എന്താ? മജന്തയിൽ ഗ്രീൻ ഉണ്ടോ? ഇല്ലല്ലേ. അപ്പൊ എന്താ? ഡസ് നോട്ട് ട്രാൻസ്മിറ്റ്. എന്താണ്?
ഡസ് നോട്ട് ട്രാൻസ്മിറ്റ്. ഡസ് നോട്ട് ട്രാൻസ്മിറ്റ്. മനസ്സിലായോ? ഇനി നമ്മൾ മജന്ത ലൈറ്റിന് ഏത് ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തു? ബ്ലൂ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടോ. എന്താണ്? ബ്ലൂ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തു. അപ്പൊ മജന്തയിൽ ഏതൊക്കെ കളർ ഉണ്ട്? റെഡും ബ്ലൂ ഉണ്ട് അല്ലേ? അപ്പൊ ഇത് ഏത് കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും? ഓഫ്കോഴ്സ് ബ്ലൂവിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രാൻസ്മിറ്റ് ബ്ലൂ ലൈറ്റ്. ട്രാൻസ്മിറ്റ് ബ്ലൂ. എന്താണ്? ട്രാൻസ്മിറ്റ് ബ്ലൂ. ഇനി മജന്തയിൽ യെല്ലോ ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്തു. അതായത് മജന്ത ലൈറ്റിൽ മജന്ത ലൈറ്റ് വരുന്ന അവിടെ ഫിൽട്ടർ പേപ്പർ യെല്ലോ ആണ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ എന്ത് കടത്തിവിടും? കാരണം യെല്ലോയിൽ എന്തൊക്കെ കളർ ഉണ്ട്? നമ്മുടെ റെഡും ഗ്രീനും ഉണ്ട് അല്ലേ? എന്താണ്? യെല്ലോയിൽ റെഡും ഗ്രീനും ഉണ്ട്. ആൻഡ് ഓൾസോ മജന്തയിലും ഏത് കളർ ഉണ്ട്? റെഡും ബ്ലൂ ഉണ്ട്. അപ്പൊ രണ്ടിലും ഉള്ളത് ഏതാണ്? റെഡ് ഉണ്ടല്ലേ? അപ്പൊ അതെന്തിനെ ട്രാൻസ്മിറ്റ് ചെയ്യും? റെഡ് കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടോ. മിസ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നമ്മളിപ്പോ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ, വൈറ്റ് ലൈറ്റ് ട്രാൻസ്പെറന്റ് പേപ്പറിൽ ഫിൽട്ടർ പേപ്പറിൽ കടത്തി വിട്ടു. അപ്പൊ വൈറ്റ് ലൈറ്റിൽ എല്ലാ കളറുകളും ഉണ്ട്. ഏത് കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും? ആ കറസ്പോണ്ടിങ് ഫിൽട്ടർ പേപ്പറിന്റെ കളർ ഏതാണോ അതായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ നമ്മളൊരു സെക്കൻഡറി കളർ ചൂസ് ചെയ്യുക. അതായത് നമ്മളൊരു യെല്ലോ ഫിൽട്ടർ പേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. യെല്ലോയോ മജന്തയോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കിക്കുന്ന പ്രൈമറി കളേഴ്സിന് അത് കടത്തിവിടും, ട്രാൻസ്മിറ്റ് ചെയ്യും. വേറൊന്നിനെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പൊ നമുക്കറിയാം യെല്ലോയിൽ റെഡും ഗ്രീനും ഉണ്ട്, മജന്തയിൽ റെഡും ബ്ലൂ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് റെഡ്. ഈ വൈറ്റിൽ എന്തുണ്ട്? നമുക്കറിയാം വൈറ്റ് കമ്പോസ്ഡ് ഓഫ് റെഡ് ബ്ലൂ ഗ്രീൻ അല്ലേ? റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ അല്ലേ? റെഡ് ബ്ലൂ ആൻഡ് ഗ്രീൻ, ഈ 3 കളേഴ്സും വെച്ചിട്ടാണ് വൈറ്റ് ലൈറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതിലേക്ക് റെഡും ബ്ലൂവും കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് മജന്ത എന്ന് പറഞ്ഞ കളർ കടത്തിവിടുമ്പോൾ എന്ത് സംഭവിക്കും? ട്രാൻസ്മിറ്റ് റെഡ് ആൻഡ് ബ്ലൂ. മനസ്സിലായോ? എന്താണ്? ട്രാൻസ്മിറ്റ് റെഡ് ആൻഡ് ബ്ലൂ ട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്കിപ്പോ എന്താ മനസ്സിലായത്? അത് മിസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഹിയർ ഇൻ ഈച്ച് കേസ് the filter transmit only the color of the filter and the component color of the white light and block other colors. A filter of secondary color transmits light of its own color and its component colors. അതായത് ഇപ്പം നമ്മളൊരു ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യുക, ഒരു പ്രൈമറി ഫിൽട്ടർ പേപ്പർ യൂസ് ചെയ്യുക. അതായത് റെഡോ ഗ്രീനോ ബ്ലൂവോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫിൽട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് ലൈറ്റ് കടത്തിവിടുന്നു. എന്ത് സംഭവിക്കും? ആ ഫിൽട്ടർ പേപ്പറിന്റെ കളറായ റെഡോ ബ്ലൂവോ ഗ്രീനോ ആണെങ്കിൽ അതിനെ മാത്രം കടത്തിവിടും. ബാക്കി എന്തിനേയും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതിനെ മാത്രം കടത്തിവിട്ടിട്ട് വേറെ ഒന്നിനെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അതേപോലെ തന്നെ നമ്മളൊരു സെക്കൻഡറി കളേഴ്സായ യെല്ലോ മജന്ത സിയാൻ ആണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കൂ. യെല്ലോ മജന്ത സിയാൻ ആണെങ്കിൽ ഓഫ്കോഴ്സ് കടത്തിവിടുന്നത് നമ്മൾ നമ്മുടെ പ്രൈമറി കളേഴ്സോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റോ ആണെങ്കിൽ കറക്റ്റ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളേഴ്സ് കടത്തിവിടും. ആൻഡ് ഇസ് കമ്പോണന്റ് കളേഴ്സും കടത്തിവിടും. വേറൊരു കളേഴ്സിനെ എന്ത് ചെയ്യില്ല? കടത്തി വിടില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് കാണിക്കാനാണ് മിസ് ആ എക്സ്പെരിമെന്റ് വഴി ചെയ്തിട്ടുണ്ടായിട്ട്. അപ്പം മനസ്സിലാക്കി പഠിക്കുക. എന്താണ് നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? കളേഴ്സ് ഓഫ് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ്. എന്താണ്? കളേഴ്സ് ഓഫ് ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് ആണ് മിസ് പറഞ്ഞുകൊണ്ടിരുന്നത്. കളേഴ്സ് ഓഫ് transparent object. Transparent object. Colors of transparent objects. ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇപ്പൊ നോക്കിയത്. അപ്പൊ നമ്മൾ ഏത് പർട്ടിക്കുലർ ഫിൽട്ടർ ആണോ യൂസ് ചെയ്യുന്നത് ആ ഫിൽട്ടറിന് കമ്പോണന്റ് ആയിട്ടുള്ള ലൈറ്റ് കടത്തിവിടും. ആൻഡ് ഓൾസോ വേറൊരു ലൈറ്റിനെ കടത്തിവിടില്ല. If we use a secondary color, that is yellow, cyan, magenta, അങ്ങനത്തെ കളേഴ്സാണ് കടത്തി വിടുന്നെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളേഴ്സും ആ കളറും കടത്തിവിടും. വേറൊരു കളേഴ്സും കടത്തി വിടില്ല. മനസ്സിലായല്ലോ? അത് കാണിക്കാൻ മിസ് എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെന്റ് ചെയ്തല്ലേ? ഇത് മനസ്സിലായല്ലോ? ഇപ്പൊ യെല്ലോ കളറിൽ മജന്ത ഫിൽട്ടർ പേപ്പറിൽ യെല്ലോ കളർ അടിക്കുമ്പോൾ നമുക്കറിയാം മജന്തയിൽ റെഡും ബ്ലൂ ഉണ്ട്, അതേപോലെ യെല്ലോയിൽ റെഡും ഗ്രീനും ഉണ്ട്. അപ്പൊ ഇത് രണ്ടിലും ഉള്ള കളർ ഏതാ? റെഡാ അല്ലേ? അപ്പൊ റെഡിനെ മാത്രം അത് ട്രാൻസ്മിറ്റ് ചെയ്യും. അതേപോലെ തന്നെ മജന്തയിൽ വൈറ്റ് ഉണ്ട്.
വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈമറി കളേഴ്സ് 3 കൂടി കമ്പൈൻ ചെയ്തിട്ടാലേ വൈറ്റ് ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും, റെഡും ബ്ലൂവും മജന്തയിലും ഉണ്ട്, വൈറ്റിലും ഉണ്ട്. അപ്പൊ അത് മാത്രം കടത്തിവിടും, വേറൊന്നും കടത്തിവിടില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈസി അല്ലേ, സിമ്പിൾ ആയിട്ട് പഠിക്കാല്ലേ. അപ്പൊ നമ്മൾ കളർ ഓഫ് ട്രാൻസ്പെറന്റ് ഒബ്ജക്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യും, കളേഴ്സ് ഓഫ് ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാം. എന്താണ് കളേഴ്സ് ഓഫ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്? എന്താണ് ഒപ്പേക്ക് എന്ന് പറയുന്നത്? ലൈറ്റ്സിനെ കടത്തിവിടാത്ത വസ്തുക്കളെ എന്ത് പറയും? ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയും. എന്താണ്? ലൈറ്റ്സിനെ കടത്തിവിടാത്ത കളേഴ്സിനെ നമ്മൾ എന്ത് പറയും? ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയും. അപ്പോ ഇതൊരു കൈയല്ല, നമുക്കെടുക്കാം, എന്താ പറയാ, ഈ ഒരു ബുക്ക് എന്തെങ്കിലും എടുക്കുക, അത് ലൈറ്റ് ഒന്ന് അടിച്ചു നോക്കിയേ. അഫ്കോഴ്സ് എന്ത് സംഭവിക്കില്ല, ലൈറ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി പോയി പുറത്തേക്ക് വരുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അതൊരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അതായത് ഇഫ് വി യൂസ് എ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ദാറ്റ് ഈസ് വിച്ച് കനോട്ട് ട്രാൻസ്മിറ്റ് എനി ലൈറ്റ്, അങ്ങനത്തെ ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് സംഭവിക്കും? അവിടെ റിഫ്ലക്ഷൻ സംഭവിക്കും. റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് മിസ് കാണിച്ചു തരാം. അതായത് ഇതൊരു ബുക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും വുഡൻ പീസോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലൈറ്റ് കടത്തിവിട്ടു. ഞാനിപ്പോ റെഡോ ഗ്രീനോ ബ്ലൂ എന്തെങ്കിലും ലൈറ്റ് കടത്തിവിട്ടു. ഇതെന്താ ചെയ്യില്ല, ഇതിനെ ഇങ്ങനെ കടത്തിവിടാൻ സമ്മതിക്കില്ല. അതിന് പകരം എന്ത് ചെയ്യും, ഇതിനെ റിഫ്ലക്ട് ചെയ്ത് താഴത്തേക്ക് എങ്ങോട്ടാണോ അത് റിഫ്ലക്ട് ചെയ്യിപ്പിക്കും. മനസ്സിലായോ? ഇത് എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. എന്താണ്? റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. ഇതാണ് നമ്മൾ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ കേസിൽ കളർ ഓഫ് ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് നോക്കിയേ, ഇതൊരു മാംഗോയും കാറും ആപ്പിളും നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ അല്ലേ, ഇത് 4 വെച്ചു. ഇതൊരു മാംഗോ ആണ്. മാംഗോ ആണെങ്കിൽ മാംഗോയിലേക്ക് ഞാനിത്, മാംഗോ പച്ച കളറാണ്, നമ്മുടെ മാങ്ങ പച്ച മാങ്ങയായിട്ട് നല്ല പുളിയുള്ള പച്ച മാങ്ങയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു വൈറ്റ് ലൈറ്റ് കടത്തിവിട്ടു. അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ കണ്ണിലേക്ക് അത്, നമുക്കറിയാം നമ്മളൊരു മാങ്ങേനെ കാണുമ്പോൾ അതൊരു മാങ്ങ എന്ന് പറയണത് എങ്ങനെയാ? കാരണം നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തുണ്ട്, ലൈറ്റ് ഉണ്ട് അല്ലേ, വെള്ള ലൈറ്റ് അല്ലേ, സൂര്യന്റെ ലൈറ്റ് അല്ലേ നമ്മൾ കാണാം. ആ സൂര്യന്റെ ലൈറ്റിൽ എന്തൊക്കെ കളർ ഉണ്ട്? നമ്മുടെ വിബ്ജിയോസ് ഫുള്ളും ഉണ്ട്. അതായത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, റെഡ് എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പൊ അത് കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു ലൈറ്റ്, ഏത് ലൈറ്റാണോ, ഗ്രീനിലുള്ളത് ഏത് കളറാണോ ആ കളറ് മാത്രം നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യിക്കും. ബാക്കി എല്ലാ ലൈറ്റ്സിനെ അബ്സോർബ് ചെയ്യിപ്പിക്കും. എന്താണ്? നമ്മളൊരു മാങ്ങേനെ നോക്കി, മാങ്ങയിലൊക്കെ പഴുത്ത മാങ്ങയാണ് അല്ലെ പച്ച മാങ്ങയാണെന്ന് നമ്മൾ പറയണത് എങ്ങനെയായിരിക്കും? അത് ലൈറ്റ്സ് വരുമ്പോൾ എല്ലാ ലൈറ്റ്സും കൂടി ആ മാങ്ങയിൽ തട്ടും. പക്ഷെ അതിന്റെ കളറ് മാത്രം, ആ മാങ്ങയ്ക്ക് ഏത് കളറാണോ ആ കളറ് മാത്രം നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യിക്കും. ബാക്കി എല്ലാ കളേഴ്സിനും എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ നമ്മൾ കളറ് കാണുക എന്നുള്ളത്? ഇനി നോക്കിയേ, ഒരു കാറാ അല്ലെ, എന്താണ് ഒരു കാറിന് നീല കളറാണ്. കാറിന് നീല കളറാകുമ്പോ എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് ചെയ്യും? ലൈറ്റ്, നമുക്കറിയാം കാറ് നമ്മളെ വീടിന്റെ അകത്ത് എന്തായാലും നമ്മൾ കാറ് പുറത്തിടുമ്പോൾ നമുക്കറിയാം സൂര്യന്റെ പ്രകാശത്തിൽ അല്ലെങ്കിൽ എന്ത് ലൈറ്റ്, ഇപ്പൊ രാത്രി ആണെങ്കിൽ നമ്മൾ ചുറ്റും വെള്ള ലൈറ്റ് ഒക്കെ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ലൈറ്റ് വന്ന് എന്തിൽ തട്ടും? കാറിൽ വന്ന് തട്ടുമ്പോൾ അറിയാം വൈറ്റിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ട്? നമ്മുടെ വിബ്ജിയോസ് ഫുള്ളും ഉണ്ട്, അതായത് ബ്ലൂ കളർ ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ ആ ലൈറ്റ് അവിടെ തട്ടി എന്ത് ചെയ്യും? അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവില്ല. അതിന് പകരം എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും, നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യും. പക്ഷെ റിഫ്ലക്ട് ചെയ്യുന്ന കളർ ഏതാണ്? ആ ബ്ലൂ മാത്രമേ റിഫ്ലക്ട് ചെയ്യുള്ളൂ. അതിന് ഏതൊക്കെയാണോ കമ്പോണന്റ് കളർ ആ കളറ് മാത്രം റിഫ്ലക്ട് ചെയ്യും, ബാക്കി ഒന്നും റിഫ്ലക്ട് ചെയ്യില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനിയിപ്പോ ഒരു ആപ്പിളിന്റെ കേസിലും സെയിം ആണ്. നമുക്കറിയാം പച്ച ആപ്പിൾ ഉണ്ട്, റെഡ് കളർ ആപ്പിൾ ഉണ്ട്, എല്ലാ ആപ്പിൾസും ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കടത്തി വിടുമ്പോൾ ഏത് കളർ ആപ്പിൾ മാത്രമേ വരുള്ളൂ കണ്ണിലേക്ക്? അതിന്റെ ഏത് കളർ മാത്രം? റെഡ് കളർ. ഇപ്പൊ റെഡ് ആപ്പിൾ ആണെങ്കിൽ റെഡ് കളർ മാത്രം എന്ത് ചെയ്യും? കണ്ണിലേക്ക് അടിക്കും, ബാക്കിയെല്ലാം അബ്സോർബ് ചെയ്യും. ഇനി വൈറ്റ് കളർ ആണെങ്കിലോ? വൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കൊടുക്കുന്ന ലൈറ്റും വൈറ്റ് ആണ്, നമുക്ക് കാണുന്നതും വൈറ്റ് കളർ. അതായത് നമ്മുടെ എല്ലാ ലൈറ്റ്സും എന്ന് വെച്ചാൽ
നമ്മുടെ വിബ്ജിയ ഫുൾ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്ത് വന്നത് ഏതാ, എല്ലാ കളറും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്തായിട്ട് തോന്നും, വൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ എന്ത് റിഫ്ലക്ഷൻ, ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിലെ റിഫ്ലക്ഷൻ നടക്കുന്നുണ്ടാവുക. ഒരു എക്സാമ്പിൾ വേറെയും തന്നിട്ടുണ്ട്. ഒരു എന്താ സ്ട്രോബെറിയുടെ കേസിലും, സ്ട്രോബെറി നല്ല നല്ല മധുരമുള്ള നല്ല റെഡ് കളറുള്ള സ്ട്രോബെറി ആണെങ്കിൽ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ എല്ലാ ലൈറ്റ്സും ആ നമ്മുടെ വിബ്ജിയോ ഫുള്ളും വന്ന് സ്ട്രോബെറി തട്ടുമായിരിക്കും. പക്ഷെ നമ്മുടെ കണ്ണിലേക്ക് വന്ന് വീഴുന്നത് ഏത് മാത്രമോ, റെഡ് മാത്രമേ വന്ന് വീഴുള്ളൂ, വേറെ ഒന്നും വന്ന് വീഴില്ല. അതാണ് ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത. അപ്പം അതേ നോക്കിയേ, മിസ് പറഞ്ഞതെല്ലാം എന്താ ഈ ടേബിളിലുണ്ട്. ബ്ലൂ കളർ ഒബ്ജക്റ്റ് ആകുമ്പോൾ ഏത് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, ബ്ലൂ കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇനി ഗ്രീൻ മാംഗോയുടെ കേസിൽ ഏത് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, ഗ്രീൻ. ഏത് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, ഗ്രീൻ കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. എന്താണ് ഗ്രീൻ കളർ, ഗ്രീൻ കളർ. ഇനി വൈറ്റ് വെസൽ ആകുമ്പോൾ, അതായത് വൈറ്റ് പാത്രം ആകുമ്പോൾ അറിയാം, നമുക്കറിയാം എല്ലാ കളറും ഓൾ കളർ വിൽ റിഫ്ലക്റ്റ്, ഓൾ കളർ വിൽ റിഫ്ലക്റ്റ്, മനസ്സിലായോ? എല്ലാ കളേഴ്സും എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. ആൻഡ് റെഡ് ആപ്പിളിൻ്റെ കേസിലാണെങ്കിൽ എന്താ, റെഡ് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. എന്താണ് റെഡ് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ എല്ലാവർക്കും? ഈസി ആല്ലേ? അപ്പം നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിൽ എന്ത് ചെയ്തു, ആ ഒരു പർട്ടിക്കുലർ കളർ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഈ കേസിലോ, ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റിൻ്റെ കേസിലോ ആ വസ്തുവിന് ഏത് കളറാണോ ആ കളറ് മാത്രം റിഫ്ലക്റ്റ് ചെയ്യും, വേറൊരു കളറും എന്ത് ചെയ്യില്ല, റിഫ്ലക്റ്റ് ചെയ്യില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒരിക്കലും മാറിപ്പോരുത്. ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റും ഒപ്പേക്ക് ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷെ ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ത് ചെയ്യും, ആ വസ്തുവിൻ്റെ ഏത് കളറാണോ അത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. അപ്പം അതെ, when sunlight falls on an opaque object, it reflects the color of the object as well as the color associated with the adjacent wavelength. It should be remembered that the color of an object is not a single wavelength. Similarly, there may be a slight difference in the color perception depend on the light sensitive cell in the eyes of each individuals. അതായത് എന്താണ് മിസ് പറഞ്ഞല്ലേ, ഇപ്പം നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്റ്റിലാകുമ്പോൾ ഒരു വസ്തുവിനെ വന്ന് തട്ടുന്നു, ആ വസ്തുവിന് ഏത് കളറാണോ ആ കളർ മാത്രം റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടല്ല. ചില കേസിൽ നമ്മൾ പറയും ഇത് പച്ചയല്ലേ, അതൊരു ബ്ലൂയിഷ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. ചില ഇത്തിരി വ്യൂവിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എടുത്തറിയാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയോ? അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് എക്സാക്ട് വേവ് ലെങ്ത് തന്നെ വന്നെന്നില്ല. ചെറിയ വേവ് ലെങ്ത്തിന് വ്യത്യാസം വരുമ്പോൾ നമുക്ക് തോന്നും അത് ആ കളറല്ല, ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് നമ്മൾ പറയില്ലേ. അതൊക്കെ കൊണ്ടാണ്, അത് ചെറിയ കളറ് വേവ് ലെങ്ത്തിന്റെ ഡിഫറൻസ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത്. അത് പിന്നെ നമ്മുടെ കണ്ണിലത്തെ കോശങ്ങൾ, അതായത് സെൽസ്, റോഡ് സെൽസും കോൺ സെൽസും നിങ്ങൾ ബയോളജി സാറ് പഠിപ്പിച്ചു തരും, മിസ്സൊക്കെ പഠിപ്പിച്ചു തരും. അപ്പം അത് ഓറിയന്റഡ് ആയിട്ടൊക്കെയാണ് നമ്മൾ എന്താ കളറ് കാണുന്നുണ്ടാവട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇപ്പോൾ ഒപ്പേക്ക് ഒബ്ജക്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞല്ലേ. അതായത് ഒപ്പേക്ക് ഒബ്ജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാലേ ചെയ്യും. എന്താണ് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും, നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിലാണെങ്കിൽ എന്താ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്മിറ്റ്, ഒപ്പേക്ക്, റിഫ്ലക്റ്റ്. ഓക്കെ. അപ്പം നമ്മൾ അത് പഠിച്ചാൽ അതാണ് മിസ് ഇതിനകത്ത് പറഞ്ഞാൽ അതിൻ്റെ വേവ് ലെങ്ത്തിനും അനുസരിച്ചും ചെറിയ മാറ്റങ്ങളൊക്കെ വരുമെങ്കിൽ പോലും കറക്റ്റ് കളർ നമുക്ക് ഏറെക്കുറെ കളേഴ്സ് മനസ്സിലാകും കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ടേബിൾ വെച്ച് നമുക്ക് ചെയ്യാം. ഇത് നോക്കിയേ, റെഡ് ഫ്ലവർ ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതൊരു പൂവ, റെഡ് കളർ പൂവാന്ന് നിങ്ങൾ വിചാരിക്കും. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മനോഹരമായ റെഡ് കളർ പൂ. ഓക്കെ. അപ്പൊ റെഡ് കളർ ഫ്ലവറിന് ഞാൻ എന്ത് ചെയ്തു, റെഡ് ലൈറ്റ് കൊടുത്തു. അതായത് ഈ ഫ്ലവറിലേക്ക് ഞാൻ ഇങ്ങനെ അടിച്ചു, ടോർച്ച് വെച്ച് എന്തടിച്ചു, റെഡ് കളർ ലൈറ്റ് അങ്ങോട്ട് അടിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും, നമുക്ക് ഔട്ട്പുട്ടായിട്ട് എന്ത് കിട്ടും, റെഡ് കളർ തന്നെ കിട്ടും. കാണുന്നത് എന്താ, റെഡ് കളർ ഫ്ലവർ, റെഡ് ലൈറ്റ് അടിച്ചു, നമ്മൾ കാണുന്നത് എന്താ, റെഡ് തന്നെ. ഓക്കെ. ഇനി റെഡ് കളർ ഫ്ലവറിലേക്ക് ഞാൻ ഗ്രീൻ ലൈറ്റ് അടിച്ചേ, റെഡ് കളർ ഫ്ലവറിലേക്ക് ഞാൻ ഗ്രീൻ ലൈറ്റ് അടിച്ചു. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പം എന്ത് കാണും, നമുക്ക് ഡാർക്ക് കളറേ
എന്തേ സംഭവിക്കുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഒരു റെഡ് നമ്മളെന്താ റെഡിലേക്ക് ഒരു റെഡ് ഫ്ലവറിലേക്ക് ഒരു ഗ്രീൻ ലൈറ്റ് അടിക്കുമ്പോഴേക്കും എന്താ ഭയങ്കര ഇരുണ്ടിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. മനസ്സിലായില്ലേ? പക്ഷെ റെഡ് കളർ ഫ്ലവറിലേക്ക് യെല്ലോ ലൈറ്റ് അടിച്ചു, അവിടെയാണ് ട്വിസ്റ്റ്. എന്താണ് യെല്ലോ കളറിൽ എന്തൊക്കെയുണ്ട്? റെഡ് പ്ലസ് എന്തുണ്ട്? നമ്മുടെ ഗ്രീൻ ഉണ്ട് അല്ലേ? എന്താണ്? റെഡ് പ്ലസ് ഗ്രീൻ ഉണ്ട്. അപ്പം അറിയാം ഇത് റെഡ് കളർ ഫ്ലവർ ആണ്. നമ്മൾ യെല്ലോ ലൈറ്റ് അടിച്ചു. അപ്പം എന്ത് സംഭവിക്കും? എന്താ റെഡ് കളർ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. എന്താണ്? റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം എന്ത് കളർ കിട്ടും? റെഡ് കളർ റിഫ്ലക്റ്റ് ചെയ്യും. കാരണം എന്താ? യെല്ലോയിൽ ഏത് കളർ ഉണ്ട്? റെഡ് കളർ ഉണ്ട് അല്ലേ? അപ്പം അത് എന്ത് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ? റെഡ് കളർ മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇനി ഗ്രീൻ ലീഫിലാണെങ്കിലോ, ഒരു ഗ്രീൻ നമ്മുടെ സാധാ ഒരു മാവിൻ്റെ ഇലയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇല എടുക്കുക. എന്ത് ചെയ്യുക? റെഡ് ലൈറ്റ് കൊടുക്കുക. ഗ്രീൻ ലീഫിൽ റെഡ് ലൈറ്റ് അടിച്ചു വെക്കുക. നേരത്തെ നടന്ന പോലെ തിരിച്ച് എന്ത് സംഭവിക്കും? ഇവിടെ ഡാർക്ക് കളറായിരിക്കും. കാരണം എന്താ? അവര് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, അവര് തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഗ്രീൻ ലീഫിലേക്ക് റെഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡാർക്ക് കളർ ആയിരിക്കും ഫോം ചെയ്യാം. അതേപോലെ തന്നെ ഗ്രീൻ ലീഫിലേക്ക് ഗ്രീൻ കളർ അടിച്ചാലോ എന്താ സംഭവിക്കുക? എന്താ? ഗ്രീൻ കളർ തന്നെ നമ്മൾ കാണും. എന്ത് കാണും? ഗ്രീൻ കളർ തന്നെ കാണും. എന്താണ്? ഗ്രീൻ കളർ തന്നെ കാണും. മനസ്സിലായില്ലേ? ഇനി ഗ്രീൻ ലീഫിലേക്ക് ഞാൻ യെല്ലോ കളർ അടിക്കുന്നു. അതായത് ഒരു ഗ്രീൻ ലീഫ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ യെല്ലോ ലൈറ്റ് അടിച്ചു. എന്താണ്? യെല്ലോ ലൈറ്റ് അടിച്ചു. അപ്പൊ എന്ത് കളറായിരിക്കും കാണുക? ഗ്രീൻ റെഡ്. യെല്ലോയിൽ എന്തൊക്കെയുണ്ട്? റെഡും ഗ്രീനും ഉണ്ടല്ലേ? എന്താണ്? റെഡും ഗ്രീനും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് കളർ കാണും ഇവിടെ? ഗ്രീൻ കളർ കാണും. മനസ്സിലായോ? കാരണം ലീഫിന്റെ കളർ എന്താ? ഗ്രീൻ. നമ്മുടെ യെല്ലോയിൽ ഏത് കളർ ഉണ്ട്? ഗ്രീൻ. അപ്പൊ എന്ത് ചെയ്തു? ഗ്രീൻ കാണും. മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? നല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ മിസ് പറഞ്ഞ? അതാണ് എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മിസ് പറഞ്ഞത്. ഓക്കെ, ഇനി യെല്ലോ ഫ്ലവർ എടുത്തു. എന്താണ്? യെല്ലോ ഫ്ലവർ എടുത്തു. യെല്ലോ ഫ്ലവർ ആണ്. നല്ല സൂര്യകാന്തി പൂ അല്ലെ സൺഫ്ലവർ, അതന്നെ സൺഫ്ലവർ എടുത്തു. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയത്? റെഡ് ആണ് കിട്ടിയത്. എന്താണ് ഔട്ട്പുട്ട്? നമുക്ക് എന്താ കിട്ടിയത്? റെഡ് ആണ് കിട്ടിയത്. അപ്പൊ എന്ത് ലൈറ്റ് അടിച്ചപ്പോഴായിരിക്കും അത് റെഡ് കിട്ടിയിട്ടുണ്ടാവുക? നമുക്കറിയാം യെല്ലോ ഫ്ലവറിൽ എന്തൊക്കെ കളർ ഉണ്ട്? റെഡും. യെല്ലോ ഫ്ലവറിൽ എന്തൊക്കെ കളർ ഉണ്ട്? റെഡും ഗ്രീനും ഉണ്ട് അല്ലേ? യെല്ലോ ഫ്ലവറിൽ എന്തൊക്കെ കളർ ഉണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. അപ്പൊ റെഡ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് കളർ അടിച്ചിട്ടുണ്ടാവും? ഓഫ്കോഴ്സ് റെഡ് കളർ. എന്താണ്? റെഡ് കളർ അടിച്ചതുകൊണ്ടായിരിക്കില്ലേ റെഡ് ഒബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റിയത്. യെല്ലോ ഫ്ലവറിലേക്ക് റെഡ് കളർ അടിച്ചപ്പോൾ നമുക്ക് റെഡ് കളർ കിട്ടി. മനസ്സിലായില്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഗ്രീൻ കിട്ടണം. അപ്പൊ ഇവിടെ എന്ത് ലൈറ്റ് ആയിട്ടോ അടിച്ചിട്ടുണ്ടാവുക? ഗ്രീൻ ലൈറ്റ്. കാരണം എന്താ? നമ്മുടെ സൂര്യകാന്തി പൂ അല്ലെങ്കിൽ സൺഫ്ലവറിൽ എന്തുണ്ട്? ആ കളർ യെല്ലോ കളറിൽ എന്തൊക്കെയുണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്രീൻ ലൈറ്റ് പർട്ടിക്കുലർ ആയിട്ട് അടിച്ചാൽ നമുക്ക് ഗ്രീൻ തന്നെയല്ലേ കാണാൻ പറ്റുക? ഓഫ്കോഴ്സ് ഇതെന്താണ്? ഗ്രീൻ. എന്താണ്? ഗ്രീൻ. ഓക്കെ, ഇനി എന്താ യെല്ലോ കളർ തന്നെ കിട്ടണം. നമുക്ക് ആ പൂവിന്റെ എക്സാക്ട് കളർ തന്നെ കിട്ടണം. അപ്പൊ എന്ത് കളർ അടിച്ചാൽ മതി? യെല്ലോ കളർ അടിച്ചാൽ മതി. യെല്ലോ കളർ അടിച്ചാൽ നമുക്ക് യെല്ലോ തന്നെ കിട്ടും, ഇല്ലേ? അതെ. അപ്പൊ അതേ മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഓരോ കളേഴ്സും ഓരോ രീതിയിൽ കൊടുത്തപ്പോഴേക്കും നമുക്ക് ഓരോ ഔട്ട്പുട്ടല്ലേ കിട്ടിയിട്ടുണ്ടായത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്താ? അതിന്റെ പ്രൈമറി കളേഴ്സിനെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഒപ്പേക്കും ട്രാൻസ്പെറന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലേ? ഒപ്പേക്കിൽ എന്താ? റിഫ്ലക്ഷൻ അല്ലേ നടക്കണ്ടാവുക. അത് കണ്ടോ? റിഫ്ലക്ട് ചെയ്യണത് ഏതാണ്? അതിന്റെ പ്രൈമറി കളേഴ്സ്. അതായത് സെക്കൻഡറി കളറിൽ ഏതൊക്കെയാണ് പ്രൈമറി കളേഴ്സും ഉണ്ടാകും. ആ പ്രൈമറി കളേഴ്സും കൂടി ചേർത്തായിരിക്കും അത് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കളർ തരുന്നുണ്ടാവട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? What color do a green leaf reflect and what about red flower? Green leaf, what color do green leaf reflect? ഏതൊക്കെ കളർ നമ്മൾ ഇവിടെ കണ്ടു? ഗ്രീൻ ലീഫിൽ റെഡ് അടിച്ചപ്പോഴേക്കും ഡാർക്ക് ആയിരുന്നു, നമുക്ക് ഡാർക്ക് കളറാണ് കിട്ടിയത്. ഗ്രീൻ ലീഫിൽ ഗ്രീൻ കളർ അടിക്കുമ്പോൾ എന്ത് കിട്ടും? ഗ്രീൻ കിട്ടും അല്ലേ? അതേപോലെ ഗ്രീൻ ലീഫിൽ യെല്ലോ അടിച്ചപ്പോഴും നമുക്ക് എന്ത് കിട്ടി? ഗ്രീൻ കിട്ടി. കാരണം എന്താ? യെല്ലോയിൽ എന്തുണ്ട്? റെഡും ഗ്രീനും ഉണ്ട്. അപ്പൊ നമുക്ക് ഗ്രീൻ കിട്ടി. Can a yellow flower reflect only the yellow color?
യെല്ലോ കളറിൽ യെല്ലോ ഫ്ലവറിലെ യെല്ലോ കളർ മാത്രമേ റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ? അല്ല, നമ്മൾ കണ്ടില്ലേ റെഡും ഗ്രീനും റിഫ്ലക്ട് ചെയ്തില്ലേ? യെല്ലോ കളർ അടിച്ചപ്പോൾ യെല്ലോ കളർ തന്നെ റിഫ്ലക്ട് ചെയ്തു. പക്ഷെ റെഡും ഗ്രീനും അടിച്ചപ്പോൾ നമുക്ക് റെഡും ഗ്രീനും കിട്ടിയല്ലേ? കാരണം എന്താ നമ്മളെന്താ ഈ യെല്ലോന്റെ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? യെല്ലോ കളറിന്റെ എന്താ റെഡും ഗ്രീനും അല്ലേ? അപ്പൊ എന്താ പ്രൈമറി കളേഴ്സ് ആയതുകൊണ്ട് തന്നെ യെല്ലോന്റെ പ്രൈമറി കളേഴ്സ് റെഡും ഗ്രീനും ആയതുകൊണ്ട് നമുക്ക് റെഡും ഗ്രീനും കൂടി റിഫ്ലക്ട് ചെയ്ത് കിട്ടും. മനസ്സിലായോ? An opaque object of a secondary color can reflect light of its color and its component color. മനസ്സിലായോ? അതായത് ഒരു സെക്കൻഡറി കളർ, ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഓഫ് സെക്കൻഡറി കളറാണ്. അതായത് നമ്മൾ എടുക്കുന്നത് ഒരു യെല്ലോയോ മജന്തയോ അല്ലെങ്കിൽ സ്യാൻ ഉള്ള ഒരു വസ്തു, ആ കളറുള്ള വസ്തുവാണ് എടുക്കുന്നതെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യണ ഏതൊക്കെ കളറായിരിക്കും? അതിൻ്റെ പ്രൈമറി കളേഴ്സിനെ റിഫ്ലക്ട് ചെയ്യും, ആ കളേഴ്സിനെ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായോ? ആൻ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ഓഫ് സെക്കൻഡറി കളർ ക്യാൻ റിഫ്ലക്ട് of its own color and its component colors. മനസ്സിലായില്ലേ? A surface that reflects all color will appear white in white light. We know that the surface that absorbs all colors appear dark. അതായത് ഇത്രേ ഉള്ളൂ. ഇത് നോക്കാം. ഞാൻ എന്ത് ചെയ്തു? ഈ വസ്തു എടുത്തു. ഒരു വസ്തു ഞാൻ വൈറ്റ് ലൈറ്റ് നമ്മുടെ വൈറ്റ് ലൈറ്റ് ഇങ്ങനെ അടിച്ചു. ഈ വൈറ്റ് നമ്മൾ വിബ്ജിയോർ 7 നിറങ്ങളും ഇങ്ങനെ അടിച്ചു. വിബ്ജിയോർ ഇത്തിരി കേടായിട്ടാണോ എഴുതിയത്? ഓക്കെ, നമുക്കൊന്നും കൂടി. നമ്മുടെ വിബ്ജിയോർ ഇങ്ങനെ അടിച്ചു. അതായത് നമ്മുടെ വൈറ്റ് ലൈറ്റ് അടിച്ചു. ഈ അടിച്ച ലൈറ്റ് അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ, എല്ലാ ലൈറ്റ്സും ഇങ്ങനെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഇതെന്ത് വസ്തു ആയിരിക്കണം? ഈ വസ്തു ഒരു വൈറ്റ് ആയിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അതേപോലെ തന്നെ ഈ വസ്തു ഒരു ബ്ലാക്ക് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും അല്ലേ? അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? A surface that all colors will appear white in white light. We know that the surface that absorbs all color appears dark. അതായത് മിസ് പറഞ്ഞു ഏത് വസ്തുവാണ്? ഈ വസ്തു ഒരു വൈറ്റ് ലൈറ്റ് ഈ വസ്തു ഒരു വൈറ്റ് സർഫേസ് ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് വന്നാൽ ആ വൈറ്റ് ലൈറ്റിന് എല്ലാത്തിനും എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ ഈ വസ്തു ഒരു ഡാർക്ക് സർഫേസ് ഉള്ളതാണെങ്കിൽ വൈറ്റ് ലൈറ്റ് എല്ലാം കൂടി വന്ന് എന്ത് ചെയ്യും? ഇതെല്ലാത്തിനെയും ഇതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യിക്കും. ഇതിനെല്ലാത്തിനും ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കും. ഒന്നിനെ പുറത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പുറത്തേക്ക് വിടില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. നിങ്ങൾ എക്സാമിനൊക്കെ ചോദിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല, നമ്മളിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോഴേക്കും എല്ലാവരും പറയും ഡ്രസ്സ് എടുക്കുമ്പോഴേക്കും നമ്മൾ പുറത്തത്തെ ലൈറ്റും കൂടി വെച്ച് നോക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ടല്ല, അത് സത്യമാണ്. കാരണം ചിലപ്പോൾ നമ്മൾ അവിടുത്തെ ലൈറ്റിൽ കാണുമ്പോൾ എന്തായിരിക്കും? വേറൊരു കളറും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വരുമ്പോഴേക്കും വേറൊരു കളറും ആയിരിക്കും. അത് ശരിയാവില്ലല്ലേ? അതും ചിലപ്പോൾ ചിലവരുടെ കേസിൽ നമ്മൾ കടയിൽ വെച്ച് കണ്ടതിനെക്കാട്ടും അടിപൊളിയായിരിക്കും. പക്ഷെ ചില കേസിൽ എന്തായിരിക്കും? അത്ര ഫ്ലോപ്പായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തത്തെ ലൈറ്റിൽ നമ്മൾ നോക്കുമ്പോൾ, പുറത്ത് ഇപ്പോൾ ഒരു സാരി മേടിച്ചു, പച്ച കളർ സാരിയാണ്, നമ്മൾ വിചാരിച്ചു ലൈറ്റ് പച്ചയെന്ന്. ആ സൺലൈറ്റിൽ നോക്കുമ്പോൾ നമുക്ക് ആ ലൈറ്റ് മാത്രം റിഫ്ലക്ട് ചെയ്യും. അതിൻ്റെ ആ ലൈറ്റ്, ആ ഡ്രസ്സിൻ്റെ ഏത് ലൈറ്റാണോ ആ ലൈറ്റ് തന്നെ നമ്മുടെ കണ്ണിലേക്ക് അടിക്കും. പക്ഷേ നമ്മളൊരു ഷോപ്പിലാണ്, ഒരു ഡ്രസ് ഷോപ്പിലാണെങ്കിൽ അവിടെ യൂസ് ചെയ്യണ ലൈറ്റ് എന്താ? നമ്മുടെ എല്ലാ ലൈറ്റ്സും, അതായത് LED അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പർട്ടിക്കുലർ കളറായിരിക്കും, വാം ലൈറ്റ്സ് ഒക്കെ ആയിരിക്കും. അതിലെല്ലാ ലൈറ്റ്സും എമിറ്റ് ചെയ്യില്ല. അപ്പം നമുക്ക് ആ ഡ്രസ്സിൻ്റെ എക്സാക്ട് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഇല്ല. മിസ് ഓൾറെഡി പറഞ്ഞില്ലേ, ചിലപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും വേവ് ലെങ്ത് ഉള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വന്ന് അടിക്കുകയുള്ളൂ. അപ്പം എന്ത് മനസ്സിലാകും? നമുക്ക് തോന്നും നോക്കി അത് ആ കളറാണ്. പക്ഷെ ചിലപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ പുറത്ത് വെച്ച് തുറന്ന് നോക്കുമ്പോഴേക്കും ഇത് ആ കളറല്ലല്ലോ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നാം. അപ്പം നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കണുണ്ടാവുക. അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ വെച്ചായിരിക്കും എക്സാമിന് ചോദിക്കേണ്ടത്. എന്താണ് ഒപ്പേക്ക് ഒബ്ജക്റ്റ്, എന്താണ് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ കളേഴ്സ് ഇറ്റ് റിഫ്ലക്ട്, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ? ചോദിക്കുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ടേബിൾസ് മിസ് കാണിച്ചെന്നില്ല, ആ ടേബിൾസ് ഒക്കെ
ചോദിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്താ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിൻ്റെ ഒപ്പേക്ക് ഒബ്ജക്റ്റിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം, അവിടെ എന്തൊക്കെ കളേഴ്സ് ഫോം ചെയ്യും, എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ ഒരു തീരുമാനം ആക്കിയല്ലേ. ഓക്കെ, ഇനി അടുത്ത പഠിക്കാൻ വേണം നമുക്ക് ഈ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വേണമെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പോലും ഉണ്ടാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. അതാണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്? എന്താണ് മിസ് ഇവിടെ എഴുതിയേക്കാം? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഇത് നോക്കൂ, ഇതൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് വിചാരിക്കും. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓരോ ലെയേഴ്സ് ഉണ്ടല്ലോ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, എനിവേ. അതിൽ ഏതെങ്കിലും ലെയേഴ്സിൽ നമുക്കറിയാം അതിൽ എന്തുണ്ട്, ഓരോ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. എന്താണ്, ഓരോ പാർട്ടിക്കിൾസും ഉണ്ട്. അപ്പം ലൈറ്റ് വന്ന് തട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ സൺലൈറ്റിൽ നിന്ന് വന്നത് വൈറ്റ് കളറാണ് അല്ലേ. എന്താണ്, വൈറ്റ് കളറാണ് ലൈറ്റ് വന്ന് തട്ടുന്നത്. ആ വന്ന് തട്ടണ ലൈറ്റ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യും. എന്താണ് ഡീവിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തടഞ്ഞ് നമുക്കറിയാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ ആ ഗെയിമിൻ്റെ പേര് എനിക്കറിയില്ല, മറ്റിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇല്ല, അല്ലെങ്കിൽ വേണ്ട, നമ്മളിപ്പോൾ കുറേ ഒബ്സ്റ്റക്കിൾസ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു റോളിങ് സാധനം ഇങ്ങനെ തട്ടിയാൽ എന്ത് ചെയ്യും, ഇത് ആ ബോൾ ഇങ്ങനെ എറിയാമെന്ന് വിചാരിക്കും, അത് അവിടെ തട്ടി ഇവിടെ തട്ടി ഇങ്ങനെ തട്ടി അങ്ങനെയൊക്കെ പോലെ, കാരണം അവിടെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടല്ലേ. അതേപോലെ തന്നെ when a light falls on the particle or any other surface, ഇതെന്ത് ചെയ്യും, ഇങ്ങനെ പാർഷ്യലി ഡീവിയേഷൻ നടക്കും. അതായത് ഇങ്ങനെ തട്ടി പോകും. അപ്പം ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. സ്കാറ്ററിങ് എന്ന് വെച്ചാൽ ചിന്നിച്ചിതറ, അതാണ് അർത്ഥം, ചിന്നിച്ചിതറി പോവുക. ഓക്കെ, ഇവിടെ എങ്ങനെ ലൈറ്റ് ആയിട്ട് ഓറിയന്റഡ് ആവാന്നുള്ള കാര്യം മിസ് പറഞ്ഞുതരാം. അപ്പം സ്കാറ്ററിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. സ്കാറ്ററിങ് എന്ന് വെച്ചാൽ സ്കാറ്ററിങ് ഈസ് ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. അതായത് ഒരു മീഡിയത്തിൽ, അതായത് ഇപ്പോൾ ഇതൊരു വെള്ളമാണ്, ഈ വെള്ളത്തിൽ ഇങ്ങനെ പാർട്ടിക്കിൾസ് ഉണ്ട്, ലൈറ്റ് വന്ന് തട്ടുന്നു. ഈ പാർട്ടിക്കിൾസ് കാരണം എന്ത് ചെയ്യും, ലൈറ്റ്സ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പാർഷ്യലി ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും. അതിനെ പറയുന്നതാണ് എന്ത്, സ്കാറ്ററിങ് എന്ന് പറയുന്നത്. എന്താണ്, അതിനെ പറയുന്നതാണ് സ്കാറ്ററിങ്. സ്കാറ്ററിങ് ഈസ് ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡയറക്ഷണൽ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് എൻകൗണ്ടർ പാർട്ടിക്കിൾസ് ഇൻ എ മീഡിയം. മനസ്സിലായില്ലേ? ഒരു മീഡിയത്തിൽ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അതിലുണ്ടാകുന്ന പാർട്ടിക്കിൾസ് മൂലം ഇതെന്ത് സംഭവിക്കും, ഇറഗുലർ ആൻഡ് പാർഷ്യൽ ഡീവിയേഷൻ അല്ലെങ്കിൽ ഡയറക്ഷണൽ ഡീവിയേഷൻസ് നടക്കും. അതിനെയാണ് സ്കാറ്ററിങ് എന്ന് പറയാം. അപ്പം നോക്കിയേ, വിച്ച് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് ഡസ് ലൈറ്റ് അണ്ടർഗോസ് വെൻ ഇറ്റ് ഫാൾസ് ഓൺ എ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ? അതായത് നമ്മുടെ കണ്ണിൽ കൂടി കാണാൻ പറ്റാത്ത അത്രയും ചെറിയൊരു പാർട്ടിക്കിളിൽ വന്ന് തട്ടുമ്പോൾ അത് എന്തായിരിക്കും, ഇറഗുലർ ആയിട്ടായിരിക്കും അല്ലേ. ഇറഗുലർ ആയിട്ടായിരിക്കും എന്താ സ്കാറ്ററിങ് സംഭവിക്കുക. എന്താണ്, ഇറഗുലർ ആയിട്ടായിരിക്കും സ്കാറ്ററിങ് സംഭവിക്കാം. ഡസ് ദിസ് ടൈപ്പ് ഓഫ് സ്കാറ്ററിങ് കോസ് സൺലൈറ്റ് ടു സ്പ്രെഡ് എവരിവെയർ? അതാണ് ചോദ്യം. ഈ സ്കാറ്ററിങ് കാരണം സൺലൈറ്റിന് എല്ലായിടത്തും എത്താൻ പറ്റൂലേ? സ്കാറ്ററിങ് കാരണം ലൈറ്റിന് എല്ലായിടത്തും എത്താൻ പറ്റും അല്ലേ. പക്ഷെ സൺലൈറ്റ് എത്തുമ്പോൾ എത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ വൈറ്റ് ലൈറ്റ് അല്ലോ ആകാശത്ത് കാണുന്നത്, ബ്ലൂ കളറാ അല്ലേ. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം, അതിനെക്കുറിച്ച് മിസ് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പം സ്കാറ്ററിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്കൊരു എക്സ്പെരിമെൻ്റ് വെച്ച് നോക്കാം. അതായത് ഇതൊരു ലിക്വിഡാണ്, അതായത് ഒരു ജാർ എടുത്തു, ഒരു പാത്രം, ഒരു ജാർ, ബീക്കർ, എനിവേ, അതിലേക്ക് മിസ് വെള്ളം നിറച്ച് വെച്ചേക്കാം. വെള്ളം നിറച്ചു, ഞാൻ എന്ത് ചെയ്തു, ഒരു പാത്രം എടുത്തു, ഇങ്ങനെ പാത്രം വെച്ചേക്കാം. പാത്രത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു, പാത്രത്തിലേക്ക് ഇങ്ങനെ ലൈറ്റ് അടിച്ചു. അഫ്കോഴ്സ് വൈറ്റ് ലൈറ്റ് ആണ്, ഇത് കടത്തി പോകും, ഇതൊരു ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്, കടന്നു പോകും, അപ്പുറത്തെത്തും. ഓക്കെ, ശരിയാണ്. അപ്പം ഞാൻ അവിടെ സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ആദ്യം വൈറ്റ് ലൈറ്റ് തന്നെ കാണാം. ഞാൻ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് സോഡിയം തയോസൾഫേറ്റ് എന്ത് ചെയ്തു, ഒരു കെമിക്കൽ സാധനം ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ടു. എന്താണ്, കുറച്ച് സോഡിയം തയോസൾഫേറ്റ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ഇട്ടു. എന്താണ്, HCl കൂടി ഇട്ടു. അപ്പം സോഡിയം തയോസൾഫേറ്റും HCl കൂടി ഇട്ടു. നോക്കി ലൈറ്റ് അടിച്ചപ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബീക്കറിൽ ആദ്യം ഉണ്ടായ കളർ മാറിയിട്ട് എന്താകും, ഒരു ബ്ലൂയിഷ്
കളറാകും. എന്ത് കളറാകും? ഒരു ബ്ലൂയിഷ് വയലറ്റ് കളറാകും ആ ബീക്കർ. ആൻഡ് ഓൾസോ നമ്മൾ ലൈറ്റ് അടിക്കുന്ന കളർ ശരിക്കും വൈറ്റ് ആയിരുന്നു, പക്ഷെ സ്ക്രീനിൽ കാണുന്ന കളർ എന്തായിരിക്കും? ഒരു ഓറഞ്ചിഷ് അല്ലെങ്കിൽ റെഡിഷ്, അങ്ങനത്തെ ഒരു മോഡറേറ്റ് കളറിലായിരിക്കും കാണുന്നുണ്ടാവുക. എന്താണ്? ആദ്യം മിസ് ഒരു ബീക്കർ എടുത്തു, കളർ ഉണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു, വെറുതെ ലൈറ്റ് അടിച്ചപ്പോൾ വൈറ്റ് ലൈറ്റാണ് കണ്ടത്. പിന്നെ മിസ് ബീക്കർ എടുത്തു, ലൈറ്റ് അടിച്ചു. ലൈറ്റ് അടിച്ചപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ലൈറ്റ് എന്തായിരിക്കും? ഞാൻ അതിനു മുമ്പ് സോഡിയം തയോസൾഫേറ്റും വേറെ എന്തും കൂടി ഇട്ടു. എന്തായിട്ടത്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടു. അപ്പൊ ആദ്യം അടിക്കുമ്പോൾ അഫ്കോഴ്സ് ആ ബീക്കറിൽ കളർ മാറും. ബീക്കർ എന്താ? ഒരു ബ്ലൂയിഷ് വയലറ്റ് കളറൊക്കെ ആകും. ദെൻ പിന്നെ നമ്മൾ എടുത്ത് നോക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആ സ്ക്രീനിൽ നോക്കുമ്പോൾ അവിടെ ഒരു ഓറഞ്ച് കളറായിരിക്കും. കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അതെന്താണ്? ആ ബീക്കർ എന്താകും? ഒരു ഡാർക്ക് വയലറ്റും ആകും. പിന്നെന്താ? നമ്മൾ കാണുന്ന ഈ ലൈറ്റ് കണ്ടില്ലേ? ലൈറ്റ്, സ്ക്രീനിൽ കാണുന്ന ലൈറ്റ് എന്തായിരിക്കും? നമ്മൾ അടിച്ച വൈറ്റ് ലൈറ്റും അല്ല, അവിടെ പകരം ഉണ്ടാവുക എന്താ? റെഡ് കളറായിരിക്കും. അതെന്തുകൊണ്ടാണെന്നാണ് മിസ്സിന്റെ ചോദ്യം. പറയാം. അതായത് അതെന്താ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീക്കറാ അല്ലേ? ബീക്കർ ആകുമ്പോഴേക്കും ബീക്കറിൽ സോഡിയം തയോസൾഫേറ്റും HCl മിക്സ് ചെയ്യുമ്പോഴേക്കും സോഡിയം തയോസൾഫേറ്റും പിന്നെന്താ തയോസൾഫേറ്റും പിന്നെന്താ HCl കൂടി മിക്സ് ചെയ്യുമ്പോഴേക്കും ഇവിടത്തെ എന്താ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. ആദ്യം ഇത് കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിരിക്കും. എന്താണ്? കുഞ്ഞു പാർട്ടിക്കിൾസ് ആയിരിക്കും. അപ്പം നമ്മുടെ വൈറ്റ് ലൈറ്റ് വന്ന് ഇങ്ങനെ തട്ടുമ്പോൾ നമുക്കറിയാം വൈറ്റ് ലൈറ്റിൽ എന്താണ്? വൈറ്റ് ലൈറ്റിൽ എല്ലാ കളേഴ്സും ഉണ്ടല്ലേ? എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷേ ഈ വൈറ്റ് ലൈറ്റിൽ വന്ന് ലൈറ്റ് തട്ടുമ്പോഴേക്കും ഈ പാർട്ടിക്കിൾസ് വന്ന് തട്ടുമ്പോൾ അഫ്കോഴ്സ് ഇവിടെ എന്ത് സംഭവിക്കും? ഓരോ പാർട്ടിക്കിൾസ് തമ്മിൽ ഇങ്ങനെ സ്കാറ്ററിങ് സംഭവിക്കും. എന്താണ്? സ്കാറ്ററിങ് സംഭവിക്കും. പക്ഷേ അത് എന്ത് ബേസിസിലാണ് സ്കാറ്ററിങ് സംഭവിക്കുക? ഇത് നോക്കിയേ, നമ്മൾ കൊടുത്തത് വൈറ്റ് ലൈറ്റ് ആണ്. അഫ്കോഴ്സ് വൈറ്റ്, ഞാൻ മിസ് ഓൾറെഡി പറഞ്ഞു ആദ്യം ഈ കളർ ഇതിൽ എന്താ ഒരു ബ്ലൂയിഷ് വയലറ്റിഷ് കളർ ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ നമുക്കറിയാം വൈറ്റ് ലൈറ്റിൽ എന്തൊക്കെ കളർ ഉണ്ട്? വിബ്ജിയോസ് ഫുള്ളും ഉണ്ട്, അതായത് എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്തോ ഒരു ബ്ലൂയിഷ് കളറാണ്. ആൻഡ് ഓൾസോ സ്ക്രീനിൽ കാണുന്നത് ഏത് കളറാണ്? ആദ്യം കാണുന്നത് ഫസ്റ്റ് കേസിൽ ഒരു ഓറഞ്ച് കളർ കണ്ടെന്ന് വിചാരിക്കും. എന്തുകൊണ്ടായിരിക്കും? കാരണം നമുക്കറിയാം വേവ് ലെങ്ത്, നമ്മുടെ വയലറ്റിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ബ്ലൂവിന്റെ വേവ് ലെങ്ത് എന്താ? കുറവാ അല്ലേ? വേവ് ലെങ്ത് കുറവാണ്. വേവ് ലെങ്ത് കുറവല്ലേ? അപ്പൊ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് നല്ല രീതിക്ക് സ്കാറ്ററിങ് ചെയ്യും. അത് സ്കാറ്ററിങ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്താണ്? സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? വേവ് ലെങ്ത് കുറഞ്ഞത് ആദ്യം എന്ത് ചെയ്യും? പെട്ടെന്ന് സ്കാറ്റർ ചെയ്യും. പക്ഷേ നമ്മുടെ റെഡ്, ഓറഞ്ച് ആ കളേഴ്സിനൊക്കെ എന്താണ്? വേവ് ലെങ്ത് കൂടുതലാണ്. എന്താണ്? വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യില്ല. സ്കാറ്റർ ചെയ്യാണ്ട് എന്ത് ചെയ്യും? ഡയറക്റ്റ് ഈ വെള്ളത്തിൽ കൂടി കടന്ന് നമ്മുടെ സ്ക്രീനിൽ വന്ന് അടിക്കും. എന്താണ്? സ്ക്രീനിൽ വന്ന് അടിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ, അതായത് കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ ബീക്കറിൽ നമ്മൾ അടിച്ച പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടും. എന്താണ്? സൈസ് നല്ല രീതിക്ക് കൂടും. എന്താണ്? സൈസ് നല്ല രീതിക്ക് കൂടുമ്പോൾ ഇവിടെ വന്ന് അടിക്കുന്ന ഓരോ ലൈറ്റും സൈസ് കൂടല്ലേ? അപ്പൊ നമുക്കറിയാം വേവ് ലെങ്ത് ഏറ്റവും കുറവായത് ഏതാ? വയലറ്റിന്. ആ വയലറ്റ് എന്ത് ചെയ്യും? നല്ല രീതിക്ക് സ്കാറ്ററിങ് നടത്തും. ആദ്യം ഒരു പാർഷ്യൽ സ്കാറ്ററിങ് ആണ് നടന്നെങ്കിൽ ഇപ്പൊ നല്ല രീതിക്ക്, കാരണം പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടിയല്ലേ? പാർട്ടിക്കിൾസിന്റെ സൈസ് കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്കാറ്ററിങ് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ ലൈറ്റ് വന്ന് തട്ടി ഇങ്ങോട്ട് തട്ടി പല രീതിക്ക് ഇങ്ങനെ സ്കാറ്ററിങ് നടത്തി ലാസ്റ്റ് ഇവിടെ എന്താകും? വയലറ്റ് കളറാകും. ആൻഡ് ഓൾസോ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയ കളർ ഏതാണെന്നാ മിസ് പറഞ്ഞ? റെഡിനാണല്ലേ വേവ് ലെങ്ത് കൂടിയത്. എന്താണ്? റെഡിനാണ് വേവ് ലെങ്ത് കൂടിയത്. അതിനെന്ത് ചെയ്യും? എത്ര ശ്രമിച്ചാലും അത് എന്ത് സംഭവിക്കില്ല? സ്കാറ്ററിങ് ചെയ്യില്ല. അതെന്ത് ചെയ്യും? ഡയറക്റ്റ് ഇങ്ങനെ വന്ന് നമ്മുടെ റെഡ് കളർ മാത്രം നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കാണും. ബാക്കി എല്ലാ ലൈറ്റ്സും എന്ത് ചെയ്യും? സ്കാറ്ററിങ് ചെയ്ത് ചിന്നിച്ചിതറി പുറത്തേക്ക് പോകും. കുറേയൊക്കെ ഇതിൽ നിൽക്കും, ബാക്കിയൊക്കെ പുറത്തേക്ക് പോയി റെഡ് മാത്രം എന്ത് ചെയ്യും? സ്ക്രീനിൽ കാണും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണ് നടന്നതെന്നുള്ളത്?
അപ്പൊ അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ അതേ നോക്കിയേ, when a sodium thiosulfate and hydrochloric acid react, colloidal sulfur is precipitated. The size of the particle gradually increase. അതെ, ആദ്യത്തെ കേസിൽ ആ പാർട്ടിക്കിൾസിന്റെ സൈസ് ചെറുതായിരിക്കും. പിന്നെ 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 കൊളോയിഡൽ സൾഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളോയിഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചെളി പോലെ അല്ലെങ്കിൽ നല്ല ഇത്തിരി കട്ടി കട്ടി ഇതായിട്ട് കിടക്കും. അപ്പൊ കൊളോയിഡൽ സൾഫർ ഇസ് പ്രസിപ്പിറ്റേറ്റ്, അതായത് ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ദ സൈസ് ഓഫ് ദ പാർട്ടിക്കൽ ഗ്രാജുവലി ഇൻക്രീസ് ആകും. എന്താണ് സൈസ് ഗ്രാജുവലി ഇൻക്രീസ് ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? നല്ല രീതിക്ക് സ്കാറ്ററിങ് നടക്കും. വയലറ്റ്, ഇൻഡിഗോ ആൻഡ് ബ്ലൂ കളർ ഇൻ ദ സൺലൈറ്റ് വിച്ച് ഹാസ് ഷോർട്ടർ വേവ് ലെങ്ത് undergo more scattering when they encounter particles in the atmosphere. The scattering of red having a relatively longer wavelength, this is very low. Hence, red can travel a longer distance through the atmosphere. മനസ്സിലായോ? അതായത് നമ്മുടെ വയലറ്റ്, ബ്ലൂ, ഇൻഡിഗോ ഇതിനൊക്കെ എന്താ വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് എന്താണ്? കുറവാണ്. വേവ് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എന്താണ്? സ്കാറ്ററിങ് കൂടുതലായിരിക്കും. അതേ സമയത്ത് നമ്മുടെ റെഡ്, ഗ്രീൻ, റെഡ്, ഓറഞ്ച്, മെയിനായിട്ട് റെഡിനൊക്കെ എന്തായിരിക്കും? വേവ് ലെങ്ത് കൂടുതലാണ്. 600, മിസ് കഴിഞ്ഞ സെക്ഷനിൽ കാണിച്ചു തന്നല്ലേ ആ ടേബിള്, അത് 600 ആ റേഞ്ചിലൊക്കെയാണ്. 600, 560 അങ്ങനത്തെ ഒരു റേഞ്ചിലാണ്, നാനോമീറ്റർ ആണ്. അപ്പോൾ അവിടുത്തെ സ്കാറ്ററിങ് എന്തായിരിക്കും? കുറവായിരിക്കും. അതിങ്ങനെ വേവ് ലെങ്ത് കൂടിയതുകൊണ്ട് സ്കാറ്റർ ചെയ്ത് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവസാനം ആ സ്ക്രീനിൽ എന്ത് കളർ മാത്രം കാണാം? റെഡ് മാത്രം കാണുന്നുണ്ടാവുക. മനസ്സിലായല്ലോ? അപ്പൊ എന്താ? ദ എക്സ്റ്റെൻഡ് ഓഫ് സ്കാറ്ററിങ് ആൻഡ് ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ റിലേറ്റീവ് ടു ഈച്ച് അതർ. As the size of the particle increase, so does the scattering. If the size of the particle is greater than the wavelength of light, the scattering will be same for all colors. അതായത് ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് നോക്കിയേ. സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് കൂടിയാൽ എന്ത് സംഭവിക്കും? സ്കാറ്ററിങ്ങും കൂടുതലായിരിക്കും. എന്താണ്? സ്കാറ്ററിങ്ങും കൂടുതലായിരിക്കും. മനസ്സിലായോ? സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ കൂടിക്കഴിഞ്ഞാൽ സ്കാറ്ററിങ് കൂടുതലായിരിക്കും. പക്ഷേ സ്കാറ്ററിങ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വേവ് ലെങ്ത് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ത് സംഭവിക്കാം? ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് ചെയ്യണ്ടാവുക കേട്ടോ. മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ് എന്ത്? നമ്മുടെ ആകാശം. അത് മിസ് എക്സാമ്പിൾ പറയും. നമ്മുടെ ആകാശം എന്ത് കളറാ? ബ്ലൂ അല്ലേ? നമ്മളെല്ലാവരും കാണണം ബ്ലൂ കളറിലാ അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സൂര്യന്റെ പ്രകാശത്തിൽ എല്ലാ ലൈറ്റ്സും ഉണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് ഏതാ? നമ്മൾ കാണുന്നത് ബ്ലൂ കളർ മാത്രം അല്ലേ? അതെന്തുകൊണ്ടാണെന്നാണ് മിസ്സിന്റെ അടുത്ത ചോദ്യവും അതിനുള്ള ഉത്തരവും മിസ് പറയാം. അതായത് ഇതാണ് നമ്മുടെ ആകാശം. ഇവിടെയാണ്. ഇതൊക്കെ നമ്മുടെ ആകാശമാണ്. ഇതിനകത്ത് ആകാശത്തിലെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം വൈറ്റ് ലൈറ്റ് വന്ന് വീഴുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? വിബ്ജിയോസ്, നമ്മുടെ എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ബ്ലൂ കളേഴ്സ് വന്ന് എന്ത് ചെയ്യും? സ്കാറ്ററിങ് സംഭവിക്കും. അതായത് ഓരോ പാർട്ടിക്കിൾസ് വന്ന് നല്ല രീതിയിൽ നമുക്കറിയാം ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ ഒക്കെ എന്ത് ചെയ്യും? സ്കാറ്ററിങ് കൂടുതലായി. കാരണം അതിന് വേവ് ലെങ്ത് കുറവല്ലേ? വേവ് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കാറ്ററിങ് ചെയ്തു പോകും. പക്ഷെ നമ്മുടെ റെഡ്, ഓറഞ്ച്, യെല്ലോ ആ കളേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കടന്നു പോകും. എന്താണ്? ഇതിൽ കൂടി ഇങ്ങനെ കടന്നു പോകും. അത് സ്കാറ്റർ ചെയ്യോ? ഇല്ല. അത് പാർട്ടിക്കിൾസിനെ സ്കാറ്റർ ചെയ്യാണ്ട് ഇങ്ങനെ കടന്നു. പക്ഷെ ബ്ലൂ, ഇൻഡിഗോ ആ കളേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? അവിടെ കിടന്ന് ഇങ്ങനെ സ്കാറ്ററിങ് സംഭവിക്കും. സ്കാറ്ററിങ് ചെയ്യുമ്പോൾ ആ കളേഴ്സ് ആണല്ലോ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോണത്. അതുകൊണ്ടാണ് എന്ത് പറയണത്? ബ്ലൂ കളറ് എന്ത് സംഭവിക്കും? ബ്ലൂ കളറ് നമ്മൾ ആകാശത്ത് കാണാവുക ഡ്യൂ ടു ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. അപ്പൊ വാട്ട് ഈസ് ദ റീസൺ ഫോർ സീയിങ് ദ സ്കൈ ആസ് എ ബ്ലൂ കളർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ബ്ലൂവിനൊക്കെ വേവ് ലെങ്ത് കുറവാണ്. അപ്പൊ സ്കാറ്ററിങ് അവിടുത്തെ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൈലൊക്കെ എന്തുണ്ട്? നല്ല രീതിക്ക് അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ആ പാർട്ടിക്കിൾസ് മൂലം ഇങ്ങനെ സ്കാറ്ററിങ് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് എന്താ ആ കളർ മാത്രം ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ ഫുൾ സ്പ്രെഡ് ആകും.
ബാക്കി കളേഴ്സിന് വേവ് ലെങ്ത് കൂടിയതാണ് എന്താ അതിങ്ങനെ ആകാശത്തിൽ കൂടി ഇങ്ങനെ പോകും. അപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ കളർ ആയെന്ന്? ഇനിയും കുറെ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ ഓഷ്യൻ ബ്ലൂ ആകാൻ കാരണം. പിന്നെന്താ നമ്മുടെ ട്രാഫിക് സിഗ്നല് റെഡ് ആവാൻ കാരണം എന്താ? റെഡാണ് നമ്മൾ കൊടുക്കുന്ന ആദ്യം, റെഡ് യെല്ലോ ഗ്രീൻ ആ കൊടുക്കുന്നത്. കാരണം എന്താ? റെഡിന് നമുക്ക് ദൂരെ നിന്നും റെഡ് ആയാലും നമുക്ക് ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. കാരണം എന്താ? റെഡിന്റെ വേവ് ലെങ്ത് കൂടുതലല്ലേ, അപ്പൊ അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മുടെ കണ്ണിൽ വന്ന് നിൽക്കാനായിട്ട് ചാൻസ് കൂടും. അതേസമയം ബ്ലൂ ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യും? അത് അങ്ങനെ സ്കാറ്ററിങ് ചെയ്ത് പോകും, അപ്പൊ നമുക്ക് കാണാൻ പറ്റില്ല അത്രയും ഡിസ്റ്റൻസിൽ. അതുകൊണ്ടാണ് നമ്മൾ റെഡും യെല്ലോയും ഗ്രീനൊക്കെ എന്തിന് യൂസ് ചെയ്യുന്നത്? സ്കാറ്ററിങ് ട്രാഫിക് സിഗ്നൽസ് ആയിട്ട് യൂസ് ചെയ്യണം. അത് കാരണം എന്താണ്? സ്കാറ്ററിങ് കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ഇപ്പം മിസ് എന്താ പഠിച്ചാൽ സ്കാറ്ററിങ്ങിനെ കുറിച്ച് പഠിച്ചു, നമ്മൾ കളർ ഓഫ് ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പോൾ hope you guys enjoy this video. See you in another section. Okay, bye.